നമ്മൾ ചാർട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. പലപ്പോഴും പലരും ആ ചാർട്ട് എന്ന് പറയുക ചാർട്ട് വരാനായിട്ട് ബൈ ചെയ്യാനായിട്ട് ഇതുവരെ ബൈ ചെയ്തിട്ടില്ലാത്തൊരു ബൈ ചെയ്യാനായിട്ടൊരു ചാർട്ട് വരാൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ചാർട്ട് ഇതിൻ്റെ ബൗണ്ടറിയാണ്. നമ്മളൊരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ടിനകത്ത് നമ്മുടെ കോർട്ടാണ് ആ ചാർട്ട് എന്ന് പറയുന്നത്. ആ കോർട്ടിനകത്ത് നിന്ന് വേണം കളി നടത്താനായിട്ട്. പോസ്റ്റ് എവിടെ ഇരിക്കുന്നു, കോർട്ട്, അതിൻ്റെ ബൗണ്ടറി ഒക്കെ മനസ്സിലാക്കി കളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബൈ എപ്പം വേണമെങ്കിലും ചെയ്യാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, റെസിസ്റ്റൻസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ കളിക്കുന്നത് വളരെ കെയർഫുള്ളായിട്ട് കളിക്കുക. 10% കൂടുതൽ വെച്ച് കളിക്കാതിരിക്കുക. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പോസിറ്റീവാണ്. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആകേണ്ടത്. മാർക്കറ്റ് വില കുറഞ്ഞ സമയത്ത് വാങ്ങിയവർക്കെല്ലാം നല്ല ഉഗ്രം ബമ്പർ പ്രോഫിറ്റ് കിട്ടും അടുത്ത ദിവസങ്ങളിൽ. വില കുറഞ്ഞ സമയത്താണ് നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആവേണ്ടത്. പ്രോഫിറ്റ് നമ്മുടെ വാലറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വില കൂടുമ്പോഴായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ റേറ്റ് കുറഞ്ഞ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരമാണ് നമ്മൾ ഹാപ്പി ആവേണ്ടത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് 5-6 മാസമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതിനകത്ത് നോട്ട് ഈവൻ സിംഗിൾ ഒറ്റ കേസിൽ പോലും ലോസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മൾ തുടക്കക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ഒരു മാസത്തെ പ്രോഫിറ്റ് എന്നുള്ള ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാ ദിവസവും ചില ദിവസങ്ങൾ ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് താഴോട്ട് പോകും, അല്ലെങ്കിൽ വല്ലാതെ ടെർബുലൻസ് ഉണ്ടാകുന്ന ദിവസങ്ങളൊന്നും ചിലപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ ഒരു മാസത്തെ പ്രോഫിറ്റ് വരുമ്പോഴത്തേന് ഇവിടെ ഏതൊരാളും ഒരു 30% എബവ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മിസ്റ്റേക്കുകൾ വരാം, മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് മിസ്റ്റേക്ക് വന്നാലും ലോസ് ഉണ്ടാവില്ല. അതാണ് നമുക്ക് ഇത്രയും കാലത്തെ നമ്മുടെ അനുഭവം. നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് എപ്പോഴും ഓർത്തിരിക്കുക. ടീം പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ്, കൂടുതൽ ആൾക്കാരെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. ഏതൊരു കമ്പനിക്ക് ഏറ്റവും ആവശ്യം കസ്റ്റമർ ബേസാണ്. ആ കസ്റ്റമർ ഉണ്ടാകുക എന്നുള്ളതാണ് ആവശ്യം ഏതൊരു കമ്പനിയുടെയും. ഈ കമ്പനിയുടെ അത് തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ അക്വിസിഷന് വേണ്ടി നമ്മളാരും വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നു, അവർക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാകും. കസ്റ്റമർ അക്വിസിഷൻ ആരാണോ, കാരണം ഏതൊരു കമ്പനിയും പരസ്യം ചെയ്യുന്നതൊക്കെ കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയാണ്. കസ്റ്റമർ അക്വിസിഷന് വേണ്ടി ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് വലിയ ബെനിഫിറ്റുകളുണ്ട്. കാരണം ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് രൂപ ഇൻറ്റു 100. ട്രേഡിങ് തന്നെ നമുക്കറിയാം, ഇതിനകത്ത് ₹1 പോലും ആർക്കും ലോസ് ഉണ്ടാകുന്നില്ല. വേറൊരു ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും പെരിഷബിളല്ല. ഒരു പച്ചക്കറി കട ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പച്ചക്കറി കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും എന്തുമാത്രം എഫേർട്ടുണ്ട്, മൈൻഡ് പൂർണ്ണമായിട്ട് അതിലുണ്ടാവണം. കാരണം പെരിഷബിളാണ്. എങ്ങാനും ഇന്ന് വാങ്ങിയത് നാളെ വിറ്റ് പോയില്ല, മറ്റന്നാൾ 0 വാല്യൂ ആയി ചീഞ്ഞു പോകും. അപ്പോൾ എന്തുമാത്രം മൈൻഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് ആലോചിച്ച് നോക്കും. ഇവിടെ ഒന്നും പെരിഷബിളല്ല, ഒന്നും ലോസില്ല, ₹1 പോലും പുറത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ കസ്റ്റഡിയിലാണ് സാധനം ഇരിക്കുന്നത്. ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലേക്ക് പൈസ പോയിട്ടില്ല. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 to 3 months ടൈം കൊണ്ട് നമുക്കൊരു 5% പെർ ഡേ എന്നുള്ള ലെവലിലേക്കെങ്കിലും നമുക്ക് എത്താൻ പറ്റും. ₹1,00,000 ഒരു ₹5,000 ഡെയിലി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അല്ലെങ്കിൽ ഒരു മാസം 100%, 150% ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ₹1,00,000 ₹1,00,000 മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ഏതൊരാൾക്കും എത്താൻ പറ്റും. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മിസ്റ്റേക്കുകൾ വന്നാലും വീണ്ടും എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക. സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള വേദിയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി കൂടുതൽ ആൾക്കാരെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ആ എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം നോ കേൾക്കേണ്ടി വരും. പല ആൾക്കാർക്കും ഈ നോ കേൾക്കുമ്പം നമ്മൾ ഭയപ്പെട്ടു പോകും. അയ്യോ, നമ്മുടെ ബന്ധുക്കളോട് പറഞ്ഞല്ല, അവർ നോ പറഞ്ഞു, എന്നാൽ പിന്നെ ഇതൊന്നും വേണ്ട, ആരോടും പറയണ്ട, ഞാൻ തന്നെ ഇരുന്ന് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും തെറ്റൊന്നുമില്ല. നമുക്കിവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. തന്നെ നമ്മൾ മാത്രം ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നതിന് ഒരു അബ്സല്യൂട്ട്ലി നോ ഇഷ്യൂ. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, വലിയ സക്സസ് ഉണ്ടാക്കണമെങ്കിൽ എവിടെയാണോ കൂടുതൽ എഫേർട്ട് വരുന്നത്, കൂടുതൽ നമുക്ക് ഇൻകം കിട്ടണമെങ്കിൽ കൂടുതൽ നമ്മൾ പെയിൻ എടുക്കേണ്ടി വരും. നമ്മൾ ശരിയായ രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ 10 പേരോട് പറയുമ്പം ഒരു പക്ഷേ 9 പേരല്ല 8 പേര് നോ ആയിരിക്കും പറയുന്നത്. ബാക്കി ചിലപ്പോൾ 1-2 പേര് ഏസ് പറയുമായിരിക്കും. ആ ഏസ് പറയുന്ന ആൾക്കാർ വഴി നാളെ 100 കണക്കിന് 1000 ആൾക്കാരിലേക്ക് എത്തും. നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ വെച്ച് കൂടി 2 പേര് നിങ്ങളെ താഴെ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ടോപ്പ് ലെവൽ, ട്രില്യണർ ലെവൽ എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടാകാവുന്ന ഹ്യൂജ് അസറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. ആ സാധ്യത നമ്മൾ കാണാതെ പോകരുത്.